നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ടശാങ്കടവിൽ ബൂത്ത് ഏജന്റിന് നേരെ മർദ്ദനം. കോൺഗ്രസും BJPയും തമ്മിൽ സംഘർഷാവസ്ഥ. VS സുനിൽകുമാർ വെറ്റിച്ചൂർ ALP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. മന്തിക്കാട് ഹൈസ്കൂളിൽ റവന്യൂ മന്ത്രി കെ രാജൻ വോട്ട് രേഖപ്പെടുത്തി. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ ഈശ്വര വിശ്വാസിയായി സ്വന്തം ചിഹ്നമായ താമരയിൽ വോട്ട് ചെയ്തു. വാർത്തകൾ വിശദമായി. കണ്ടശാങ്കടവിൽ ബൂത്ത് ഏജന്റിന് നേരെ മർദ്ദനം. കോൺഗ്രസും BJPയും തമ്മിൽ സംഘർഷാവസ്ഥ. പോളിംഗ് ബൂത്ത് സന്ദർശിക്കാനെത്തിയ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ കൂടെ ഒന്നിൽ കൂടുതൽ ആളുകൾ കയറുന്നത് തടയാൻ ശ്രമിച്ച BJP ബൂത്ത് ഏജന്റിനെ മർദ്ദിച്ചതായി പരാതി. എന്നാൽ TN പ്രതാപന് നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായതെന്ന് പ്രതാപൻ പറഞ്ഞു. രാവിലെ 10:30 കണ്ടശാങ്കടവ് SH ഓഫ് മേരീസ് കോൺവെന്റിലെ 205 നമ്പർ ബൂത്ത് സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം. കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇയാളെ ബൂത്തിൽ നിന്നും പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സ്ഥാനാർത്ഥിയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് വാഹനത്തിൽ കയറ്റിയതോടെ BJP പ്രവർത്തകർ വാഹനം തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്ക് വഴിവെച്ചു. പ്രവർത്തകനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു BJPയുടെ ആവശ്യം. പ്രവർത്തകനെ വാഹനത്തിൽ നിന്നും മോചിപ്പിക്കാനും ശ്രമമുണ്ടായി. ഇതോടെ പോലീസും BJP പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. ഇത് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുത്തുവാനും ഇടയാക്കി. പിന്നീട് കൂടുതൽ പോലീസും കേന്ദ്രസേനയും എത്തിയാണ് പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് മാറ്റി രംഗം ശാന്തമാക്കിയത്. അതേസമയം പ്രതാപനൊപ്പം കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ബൂത്തിൽ കയറാൻ ശ്രമിച്ചപ്പോൾ BJP ബൂത്ത് ഏജന്റ് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്നും ഇതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇയാളെ മർദ്ദിക്കുകയായിരുന്നുവെന്നും BJP സ്ഥാനാർത്ഥി അനീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ മദ്യപിച്ചെത്തിയ BJP ബൂത്ത് ഏജന്റ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും ഇയാളെ ആരും മർദ്ദിച്ചിട്ടില്ലെന്നും തങ്ങളുടെ സ്ഥാനാർത്ഥി TN പ്രതാപനെ കഴുത്ത് പിടിച്ച് തള്ളിയതായും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ കയറാൻ ശ്രമിച്ച സമയത്ത് അത് കയറരുത് എന്നൊരു പ്രവർത്തനം പറഞ്ഞതാണ്. ആ പറഞ്ഞ സമയത്ത് ആ പ്രവർത്തകനെ സംഘം ചേർന്ന് കോൺഗ്രസിന്റെ കൂടെ വന്നിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾ മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ആ മർദ്ദിക്കപ്പെട്ട ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് പകരം അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മർദ്ദിച്ചവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്, അല്ലാതെ മർദ്ദിക്കപ്പെട്ട ആളെ ഇല്ല കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. അപ്പം നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനുള്ള പ്രതിഷേധമാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഇവിടെ പ്രകടിപ്പിച്ചത്. പോലീസ് പക്ഷപാതപരമായിട്ട് വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ട്. പോലീസ് പക്ഷം പിടിക്കാൻ പാടില്ല. നിഷ്പക്ഷമായിട്ട് നീതി നടപ്പാക്കേണ്ടവരാണ് പോലീസ്. ഇവിടെ ഒരാൾ മർദ്ദിക്കപ്പെട്ട ഒരാളെ ഏകപക്ഷീയത്തിൽ പിടിച്ചുകൊണ്ടുപോവുക, മർദ്ദിച്ച ആളുകൾ സ്വൈരവിഹാരം നടത്തുക, അത് നീതികേടാണ്. അതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധം BJP അറിയിക്കുകയാണ്. മണലൂർ പഞ്ചായത്തിനകത്ത് സ്ഥാനാർത്ഥി മണലൂർ കണ്ടശാങ്കടവ് ഗവൺമെന്റിനെ 205 ബൂത്തിലേക്ക് പോളിംഗ് ഏജന്റുമാരും വോട്ടിംഗ് നടക്കുന്നുണ്ടോന്നും പ്രിസൈഡിംഗ് ഓഫീസർമാരും ഉദ്യോഗസ്ഥരെയും കാണാൻ പോയ സ്ഥാനാർത്ഥിയെ BJPയുടെ പോളിംഗ് ഏജന്റ് ബലമായി കഴുത്തിൽ പിടിച്ച് തള്ളി പുറത്തേക്ക് ഇട്ടു. തുടർന്ന് കൂട്ടത്തിലുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ചെന്ന് അയാളെ മദ്യപിച്ചിട്ടുണ്ടെന്നും അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു തർക്കമാണ് അവിടെ നടന്നത്. തുടർന്ന് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് അയാളെ പിടിച്ചു കൊണ്ടുപോയി എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. VS സുനിൽകുമാർ വെറ്റിച്ചൂർ ALP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7:30 ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒപ്പമാണ് സുനിൽകുമാർ വോട്ട് ചെയ്യാനെത്തിയത്. മന്തിക്കാട് ഹൈസ്കൂളിൽ റവന്യൂ മന്ത്രി കെ രാജൻ വോട്ട് രേഖപ്പെടുത്തി. അമ്മയ്ക്കും ഭാര്യയ്ക്കും സഹോദരനുമൊപ്പം മന്തിക്കാട് ഹൈസ്കൂളിൽ ബൂത്ത് 41 എത്തിയാണ് കെ രാജൻ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ ഈശ്വര വിശ്വാസിയായി സ്വന്തം ചിഹ്നമായ താമരയിൽ വോട്ട് ചെയ്തു. അന്തിക്കാട് GLP സ്കൂളിലെ 35-ാം ബൂത്തിൽ മകൾ നിപ്പയോടൊപ്പം എത്തി വോട്ട് ചെയ്ത് CC മുകുന്ദൻ തിരികെ മടങ്ങി. ഒരു വലിയ
ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ വോട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. എന്തായാലും ഒരു 58 വർഷത്തെ ചരിത്രം മാറ്റിക്കുറിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ ഞാൻ എൻ്റെ ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്തുകൊണ്ട്. അതെന്തായാലും ഈ ഒരു തീരുമാനം ഞാൻ എടുത്തതുപോലെ തന്നെ നമ്മുടെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരും അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷയുള്ളത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമായി നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം അത്ഭുതകരമായൊരു വിജയം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ള നല്ല പ്രതീക്ഷയോടെയാണ് എൻ്റെ ആദ്യത്തെ വോട്ട് ഈ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ മനസ്സ് വളരെ സന്തോഷകരമായ അനുഭവമാണ്. അതിലൊരു പ്രത്യേകത ഉള്ളത്, പഴയ കാലത്തു നിന്ന് വ്യത്യസ്തമായി വളരെ ഒരു ഈശ്വര വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത്. അതാണ് ചരിത്ര വിജയത്തിൻ്റെ ഒരു ഭാഗം. ഇനിയുള്ള കാലങ്ങളിൽ ജനങ്ങൾ മുഴുവനും പ്രതീക്ഷകളൊക്കെ ഒരു ഈശ്വര വിശ്വാസത്തോടുകൂടിയുള്ള മുന്നോട്ട് പോകുന്ന ആശയമാണ്. ആ ആശയം കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ വലിയ മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉയർന്നു വരും എന്നാണ് പ്രതീക്ഷ. എന്തായാലും അവരെ കൂടെ പ്രത്യക്ഷത്തിൽ ഇന്നത്തെ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ അവരെ കൂടെ എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകും എന്നാണ് ഈ വോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഞാൻ നൽകിയത്. അത് വിശ്വാസിയാണ്. അതിൻ്റെ അകത്ത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സിലൊരു സന്തോഷം വന്ന നിമിഷമാണത്. ആ നിമിഷം ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങളിലൊന്നാണ്. മറ്റുള്ളവരിനുപരിയായി ഒരു ഈശ്വര വിശ്വാസി എന്ന് പറയാനുള്ള കാരണം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവർക്കെതിരായി പ്രവർത്തിച്ചുകൊള്ളും എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രതീക്ഷ നിലനിൽക്കുന്നത്. നേരത്തെ ഒരു സംതൃപ്തിയോടെയാണ് വോട്ട് ചെയ്തിരുന്നത്. അത് അല്ല, നേരത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം അങ്ങനെ ആയിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മനസ്സൊക്കെ വളരെ പതറിക്കൊണ്ടിരുന്നു. ആ പതർച്ച എനിക്ക് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയുക എന്നിങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അത് വലിയൊരു ചരിത്ര വിജയമായി ഇത് മാറും എന്നാണ് എൻ്റെ ഈ വോട്ടിങ്ങിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ആ സന്തോഷം എല്ലാ ജനങ്ങളും ഇത് പകർത്തിയെടുത്ത് വലിയൊരു മാറ്റവിലായത്ത് ഇന്നല്ലെങ്കിൽ നാളെ മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എൻ്റെ ഈ പ്രവർത്തനം. എപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്നത്, എന്തായാലും മരണം വരെ ജീവിച്ചിരിക്കണമല്ലോ. ആ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നേരിട്ട് കാണാനും സന്തോഷിക്കാനും ഒരു അവസരം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജനങ്ങളൊക്കെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വികാരം എൻ്റെ മനസ്സിലുള്ളത്. ചേർപ്പ് വെങ്ങണിശ്ശേരിയിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട നിലയിൽ. ചേർപ്പ് വെങ്ങണിശ്ശേരിയിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാരാട്ടിൽ വീട്ടിൽ 50 വയസ്സുള്ള രാജു ആണ് കൊല്ലപ്പെട്ടത്. അയൽവാസി പുത്തൂർ വീട്ടിൽ പ്രിന്റോ അറസ്റ്റിലായി. മദ്യപിച്ചുണ്ടായ സംഘടനത്തെ തുടർന്നാണ് മരണമെന്ന് പോലീസ്. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 11 മണിയോടെയായിരുന്നു സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് GLPS സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. പ്രചരണങ്ങൾക്കും കോലാഹലങ്ങൾക്കും അപ്പുറം ജനങ്ങൾ നേരത്തെ തന്നെ മനസ്സിൽ തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ടെന്നും അത് തന്നെയാണ് സംവിധായക അവകാശമായി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ എനിക്കത് പലപ്പോഴും തോന്നാറുള്ളത് ഈ പ്രചരണങ്ങൾക്കും അത് കോലാഹലങ്ങൾക്കൊക്കെ അപ്പുറത്ത് ജനം മനസ്സിലൊരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. അത് തന്നെയാണ് സമ്മതിദാനാവകാശമായിട്ട് വരുന്നതെന്നുള്ളത്. കാര്യം നമുക്കറിയാം, ഇപ്പോൾ ഈ കുറേ നാളുകളായിട്ടുള്ള കോലാഹലങ്ങളും അവകാശവാദങ്ങളും അതൊക്കെ നമുക്ക് കേൾക്കുന്ന സുഖം തന്നെയാണ്. പക്ഷേ മൊത്തത്തിലൊരു വിലയിരുത്തലോട് കൂടിയിട്ട് ജനങ്ങൾ മനസ്സിൽ ഒരു കണക്കൂട്ടലെടുത്തിട്ടുണ്ടാവും. അത് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം പോലെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഓരോ കൊല്ലങ്ങൾ കഴിയുന്നതോറും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോറും ഈ മത്സരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനങ്ങളും വിവാദങ്ങളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നൊരു മോശപ്പെട്ട പ്രവണതയുണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് നമ്മൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരുവിധം ബോധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ എല്ലാ രീതിയിലുള്ള കണക്കുകൂട്ടലുകളോടുകൂടി നല്ല തീരുമാനം എടുക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഇത്തവണത്തെ പ്രചരണത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയത് ചാണ്ടിയമ്മനോടാണ്. കാരണം ഒരു വലിയ ബഹളങ്ങളില്ലാതെ, ഫ്ലെക്സൊന്നും ഇല്ലാതെ, വലിയ ഒച്ചപ്പാടുകളില്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് അങ്ങനെ പ്രചരണം നടത്താമെന്ന് പറയുന്നത് അത് പാർട്ടി ഏതായാലും അതൊരു നല്ല മാതൃകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെന്താണ്, നമ്മളെ നല്ല രീതിയിൽ നയിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവട്ടെ. ചതിയും അഴിമതിയും അതല്ലെങ്കിൽ ഗുണ്ടായുസവും ഒന്നുമില്ലാതെ നമ്മളെ സമാധാനമായിട്ട് ജീവിതം മലയാളികൾക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഒരു സർക്കാർ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ വോട്ട് രേഖപ്പെടുത്തി.
രാവിലെ 7:30 കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ 191 ബൂത്തിലെത്തിയാണ് അതുൽ ഘോഷ് വെട്ടിയാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതിനിടെ വോട്ടർ കുഴഞ്ഞു വീണു മരിച്ചു. തൃശൂർ വാണിയമ്പാറ കൊമ്പഴ രാമഞ്ചിറ സ്വദേശി 63 വയസ്സുള്ള വിനോദാണ് വോട്ടിംഗ് ബൂത്തിന് പുറത്ത് കുഴഞ്ഞു വീണത്. വാണിയമ്പാറ EKM UP സ്കൂളിലെ 37 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം പുറത്തിറങ്ങിയ വിനോദിന് പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. അസ്വസ്ഥത പ്രകടിപ്പിച്ച വിനോദിനെ പോളിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ വീൽചെയറിലിരുത്തി പ്രാഥമിക സഹായം നൽകാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. നാട്ടിക NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ സ്റ്റാഫ് അസ്ഹർ മജീദിന് ജാമ്യം. നാട്ടിക നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിപ്പിച്ചെന്നാരോപിച്ച് നാട്ടിക NDA സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ CC മുകുന്ദന്റെ മുൻ സ്റ്റാഫ് അംഗമായ അസർ മജീദിനെതിരെ ജനപ്രാതിനിധ്യ നിയമപ്രകാരവും SC/ST വകുപ്പ് പ്രകാരവും പോലീസ് എടുത്ത കേസിൽ അസർ മജീദിന് കോടതി ജാമ്യം അനുവദിച്ചു. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അസറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഈ കേസിൽ അസർ മജീദിന് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജാണ് ജാമ്യം അനുവദിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ടശാങ്കടവിൽ ബൂത്ത് ഏജന്റിന് നേരെ മർദ്ദനം. കോൺഗ്രസും BJPയും തമ്മിൽ സംഘർഷാവസ്ഥ. VS സുനിൽകുമാർ വെറ്റിച്ചൂർ ALP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. മന്തിക്കാട് ഹൈസ്കൂളിൽ റവന്യൂ മന്ത്രി K രാജൻ വോട്ട് രേഖപ്പെടുത്തി. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ ഈശ്വര വിശ്വാസിയായി സ്വന്തം ചിഹ്നമായ താമരയിൽ വോട്ട് ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.